ഹലോ, എല്ല് തേയ്മാനം, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓർ ഓസ്റ്റിയോപൊറോസിസ്. ഇതിന് ഒട്ടനവധി ട്രീറ്റ്മെന്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് വസ്തി എന്നത്. വസ്തി എന്ന് പറയുമ്പം നമ്മൾ ഇപ്പം മുട്ടിനാണ് തേയ്മാനം സംഭവിക്കുന്നത് വിചാരിക്കുക, കാലിന്റെ മുട്ടിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ആ മുട്ടിന് ചുറ്റും നമ്മൾ ഒരു തട കെട്ടും. അതായത് നമ്മൾ ഈ പാടത്തൊക്കെ വരമ്പ് കെട്ടില്ലേ, അതുപോലെ ഒരു തട കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ മെഡിസിൻ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒഴിച്ചു വെക്കും. സാധാരണയായിട്ട് മഹാരാഷ്ട്രാദി തൈലം അല്ലെങ്കിൽ ക്ഷീരബല, സഹചരാദി തൈലം, ഇതെല്ലാം ഓരോ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചും പേഷ്യന്റിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കുന്ന മെഡിസിൻസ് ആണ്. ഇത് നമ്മൾ അവിടെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇങ്ങനെ ഒഴിച്ചു വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ ആ ടിഷ്യൂ വഴി പെനട്രേറ്റ് ചെയ്തിട്ട് ആ അസ്ഥിധാതുവിനും സന്ധിക്കും നല്ല രീതിയിലുള്ള ഒരു നറിഷ്മെന്റ് കിട്ടും. അതുപോലെ ഇംപ്രൂവ് ലൂബ്രിക്കേഷൻ എന്നുള്ളതാണ്. ആ ഒരു ജോയിന്റിന്റെ നല്ല രീതിയിൽ സ്നിഗ്ധത വരുത്തും. അപ്പം അവിടെ നമുക്കറിയാലോ സൈനോവിയൽ ഫ്ലൂയിഡ് കുറയുന്നതുകൊണ്ടാണ് തേയ്മാനം വരുന്നത്. അപ്പൊ ആയുർവേദ പ്രകാരം വാദം വർദ്ധിക്കുന്നത് വഴിയാണ് തേയ്മാനം വരുന്നത്. അപ്പം അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും, ജോയിന്റ്സുകൾ തമ്മിൽ, ബോണുകൾ തമ്മിൽ ഇങ്ങനെ ഒരയുന്ന ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ നല്ല രീതിയിൽ ഇല്ലാതാവുകയും ആ ഒരു കടകടാന്നൊരു സൗണ്ട് ഉണ്ടാവില്ലേ, അതെല്ലാം പോവുകയും ചെയ്യും. അതുപോലെ അവിടുത്തെ കാർട്ടിലേജിനും ലിഗമെന്റിനും ഒക്കെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എന്തെങ്കിലും വേദന അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു തെറാപ്പി വഴി ആ ഇൻഫ്ലമേഷനും വേദനയും നല്ല രീതിയിൽ തന്നെ മാറുകയും ചെയ്യും. അങ്ങനെ ഡീജനറേഷൻ സ്ലോ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നടക്കാൻ പോലും പറ്റാതെ വരുന്ന ആളുകളൊക്കെ ഈ ഒരു ട്രീറ്റ്മെന്റ്, ഒരു 7 ദിവസത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയുമ്പോഴേക്ക് നല്ല രീതിയിൽ നടക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക്, അവർക്ക് നല്ല രീതിയിൽ മൊബിലിറ്റി നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും. നടക്കാനും സ്റ്റെപ്പ് ഇറങ്ങാനും സ്റ്റെപ്പ് കയറാനും ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് മാറാറുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു വസ്തി ട്രീറ്റ്മെന്റ് എന്നുള്ളത്. അപ്പം താങ്ക് യു ഫ്രണ്ട്സ്.